രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അവനെ ഞാൻ വെറുതെ വിടില്ല. ഇവന്മാരെന്റെ പുറകെ തന്നെ ഉണ്ടല്ലോ. എവിടേക്കാ പോയത്? ഇങ്ങോട്ടാണല്ലോ വന്നത്. എന്താ അമ്മേ, എന്താ? എന്നെ എന്ന് റോഡ് ക്രോസ് ചെയ്യിക്കും മോനെ, നിനക്ക് നല്ലത് വരുവടാ. എന്നാലും ഇവൻ എവിടെ പോയി മറഞ്ഞു? എന്നെ പിടിക്കുന്ന അത്ര എളുപ്പമല്ല, അത് മനസ്സിലാക്കിക്കോ. നന്നായിട്ട് ശ്രമിക്ക, പക്ഷെ നടക്കില്ല. എന്തെങ്കിലും ധർമ്മം തന്ന് സഹായിക്കണേ, നിങ്ങൾക്ക് നല്ലത് വരും. നിങ്ങൾ ജാക്കറ്റ് ഇട്ട് താടി വെച്ച ഒരുത്തനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല. എന്ത് പറ്റി? അവൻ ബാങ്ക് കൊള്ളയടിച്ച് രക്ഷപ്പെട്ടു. അയ്യോ, ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. ഇത്രയും ദിവസമായിട്ട് ജിമ്മിന്റെ സാധനങ്ങൾ എത്തിയിട്ടില്ല. അതെ, ഇന്നലെ ഞാൻ നിങ്ങൾക്ക് അഡ്വാൻസ് തന്നിട്ട് പോയതാ. സാർ, അങ്ങ് ഇന്നലെ കാശ് തന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻട്രി ആവുമായിരുന്നു. എന്റെ പക്കൽ രസീതുണ്ട്, ദാ നോക്ക. ഇത് സംഭാവന കൊടുത്ത രസീതാ. തോത്താറാമേ, നീ ആർക്കാ സംഭാവന കൊടുത്തത്? ഇല്ലെന്നേ. പക്ഷെ നീ കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞോന്നാ? കാശ് ഞാൻ കൊടുത്തത് ഓർമ്മയുണ്ട്, അത് വാങ്ങാൻ എനിക്കറിയാം. എന്നെ പറ്റിച്ചിട്ട് ആർക്കും ഇവിടെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ കഴിയുകയില്ല. ഇത് തീർച്ചയായും അവൻ തന്നെയാ. അവൻ അതിലേ പോകുന്നു. പിടിക്കവനെ. സോറി സാർ, ഞങ്ങൾ സ്ത്രീയാണെന്നാ കരുതിയത്. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് സ്ത്രീയാണെന്ന് തോന്നുന്നുണ്ടോ? വെറുതെ എന്നെ ശല്യപ്പെടുത്തരുത്. നിങ്ങൾക്ക് നല്ലത് വരും, നിങ്ങൾക്ക് നല്ലത് വരും. എടാ, പിടിക്ക്. ഇത് അവൻ തന്നെയാണ്. അവൻ വീണ്ടും വേഷം മാറി വന്നിരിക്കുക. എന്നെ പിടിക്കാൻ വരുന്നോ? ഇപ്പൊ കാണിച്ചു തരാം. ആഹാ, നീ വേഗം പറന്നു പോയി അവൻ എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്ക. എല്ലാവരെയും അടിക്ക്. എന്തോ റെഡിയാണ്. സംശയമുണ്ടോ? ഞാനിവിടെ ഉള്ളപ്പോൾ എന്റെ സുഹൃത്തുക്കളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എവിടെ പോയി? എവിടെ പോയി? നിങ്ങളൊന്നിച്ച് ഈ ഗ്യാങ്ങിനെ പിടിച്ചിരിക്കുകയാണ്.
വിശന്ന് വലഞ്ഞപ്പോൾ ഞാൻ ചപ്പാത്തി ഉരുട്ടിപ്പരത്തി ഈ കുട്ടികൾ ഗുണ്ടകളെ ഇടിച്ചു നിർത്തി. അടികൈ. ദാ നോക്ക്, രക്ഷപ്പെടുന്നു. പിടിക്കവളെ. നിക്കവിടെ, ഇങ്ങോട്ട് ഓടുന്നത്. രക്ഷപ്പെടാൻ നോക്കണ്ട, സറണ്ടർ ആവുന്നതാ നല്ലത്. നീ ഒരു കുറ്റവാളിയാണ്. സബാഷ്, നിങ്ങൾ ഒന്നിച്ച് ഈ ഗ്യാങ്ങിനെ തന്നെ പിടിച്ചിരിക്കുകയാണ്. എന്തായാലും എനിക്ക് പ്രൊമോഷൻ കിട്ടും. നീ ഉടൻ തന്നെ ഗണ്ണെടുക്ക്. കല്ലെടുത്തെറിഞ്ഞപ്പോൾ മാവിൽ നിന്നും മാങ്ങ വീണു. സത്യം പറഞ്ഞു, ഈ ഗൺ ഒറിജിനൽ ആണോ? അടികൈ. ഇന്ന് നിങ്ങൾ എല്ലാവരെയും ഇയാൾ കൊല്ലാൻ പോവുകയാണ്. അവന് ഉന്നം പിടിച്ച് വെടിവെക്ക്. ഇനി നിങ്ങളെ ആർക്കും രക്ഷിക്കാനാവില്ല. വെക്ക് വെടി. കറുത്തോ, എല്ലാവരും സുഹൃത്താ. വേഗം താഴെ ഇറങ്ങ്. ഇതാ നോക്ക്. ഇതെവിടെ പോയി? ഒന്നിങ്ങോട്ട് നോക്ക്. ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ നന്ദുവാണ് നമ്മളെ എല്ലാവരെയും രക്ഷിച്ചത്. ഈഷ്, ഇവരെന്താണ് ഈ ചെയ്യുന്നത്? അല്ല, ഇയാളാരാ? കണ്ടോ, കള്ളൻ പോവുകയാണ്. അവന് വേഗം പിടിക്കണം. വരൂ. ഐഡിയ. അല്ല, ഈ ബണ്ണി എവിടെയാ പോയത്? കാണുന്നില്ലല്ലോ. ഇതാ എത്തിപ്പോയി. എന്നെ പിടിക്കാൻ മാത്രമായോ നിങ്ങളെ? എടാ, നീ എന്തായി കാണിക്കുന്നത്? എന്നെ ഒന്ന് വെറുതെ വിട്. വേണ്ട സാർ, വേണ്ട സാർ. ഈഷ്, ഇത് അറ്റംപ്റ്റ് ടു മർഡർ ആണ്. അമ്പലത്തിൽ പോയി ദൈവത്തെ തൊഴുതു. ഇൻസ്പെക്ടർ പാണ്ഡേന്റെ കംപ്ലൈന്റ് എഴുതൂ. അടികൈ. ആദ്യം ഞങ്ങളാ വന്നത്. ആദ്യം ഞങ്ങളുടെ കംപ്ലൈന്റ് എഴുതേണ്ടത്. അതെ, ഇന്ന് രാവിലെ ഞങ്ങളുടെ സാധനങ്ങൾ ചിലർ കൊള്ളയടിച്ചു. എടാ, ഇന്നലെ രാത്രി എന്റെ ചില സാധനങ്ങൾ കൊള്ളയടിച്ചു. എന്റെ കാറും അവര് കൊണ്ടുപോയി. എന്റെ ഭായ്, നിങ്ങളുടെ ചെറിയ കാറല്ലേ? എന്റെ SUV ആണ്. കാറിന്റെ വലിപ്പം നോക്കി മതി കംപ്ലൈന്റ്. പ്രളയജലത്തിൽ വീടുകളെല്ലാം മുങ്ങി താണു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ എന്നെ അപമാനപ്പെടുത്തുകയാണ്. അടികൈ. ഈഷ്, എന്താ സംഭവിച്ചത്? ഒരുപാട് ആഹാരം കഴിച്ചപ്പോൾ മെലിഞ്ഞവൻ പോലും തടിച്ചു. ഹൈവേയിൽ വെച്ചൊരു പെൺകുട്ടി എന്റെ എല്ലാം കൊള്ളയടിച്ചു. അടികൈ. ഈഷ്, ഹൈവേയിൽ വെച്ചൊരു പെൺകുട്ടി എല്ലാം കൊള്ളയടിച്ചെന്നു. ഹൈവേയിൽ വെച്ചൊരു പെൺകുട്ടി എന്റെ എല്ലാം കൊള്ളയടിച്ചു. എനിക്ക് റിപ്പോർട്ട് നൽകണം. ഇങ്ങോട്ട് വന്നേ. റിപ്പോർട്ട് കൊടുക്കേണ്ടത് അങ്ങാണ്. അങ്ങ് ഇങ്ങോട്ട് വരൂ. അതും ശരി തന്നെയാ.
ഇവിടെ എന്താടാ ഗുസ്തി മത്സരമാണ്? പ്ലീസ് സിറ്റി വരെ എനിക്കൊരു ലിഫ്റ്റ് തരാമോ? സ്നേഹത്തോടെ സ്നേഹത്തോടെ. കുരയ്ക്കുന്ന ഡോഗി ഒരിക്കലും കടിക്കുകയുമില്ല. നിന്റെ ട്രിക്സ് ഒന്നും എന്റെ അടുത്ത് നടക്കുകയുമില്ല. അടികൈ. നീയോ? കണ്ടം പൂച്ച കണ്ണടച്ച് പായസം കുടിച്ചു. ഈ വേഷത്തിൽ വന്ന എന്നെ നീ എങ്ങനെ കണ്ടുപിടിച്ചു? ഈഷ്, കാരണം ഇതുപോലത്തെ കവിത ലോകത്തിൽ നിങ്ങളല്ലാതെ വേറെ ആരും പറയുകയില്ല. ഞാൻ ആരാണെന്ന് നിനക്ക് ഇപ്പൊ കാണിച്ചു തരാം. എന്റെ ലോക്കറ്റിന്റെ മായാജാലം. എല്ലാവരെയും ഞാൻ എന്റെ അടിമയാക്കി തീർക്കും. ഇനി ഒന്നും തന്നെ നിങ്ങളുടേതായിട്ട് ഉണ്ടാവുകയില്ല. നിങ്ങളെല്ലാവരെയും ഞാൻ എന്റെ വശത്താക്കും. സ്നേഹത്തോടെ സ്നേഹത്തോടെ. അത് ശരി, എന്നെ പിടിക്കാനുള്ള പ്ലാൻ ആയിരുന്നോ? സ്നേഹത്തോടെ സ്നേഹത്തോടെ. എന്റെ ലോക്കറ്റിന്റെ മായാജാലം. നിങ്ങളെ എല്ലാവരും ഞാൻ എന്റെ അടിമയാക്കി തീർക്കും. ഇനി ഒന്നും തന്നെ നിങ്ങളുടേതായിട്ട് ഉണ്ടാവുകയില്ല. നിങ്ങളെല്ലാവരെയും ഞാൻ എന്റെ അടിമയാക്കി തീർക്കും. സ്നേഹത്തോടെ സ്നേഹത്തോടെ. ഇനി നിങ്ങളെല്ലാവരും ഭ്രാന്തന്മാരായി തീരും. ഓരോരുത്തരും തമ്മിലടിക്കൂ, ഡാൻസ് കളിക്കൂ, കൊരങ്ങന്മാരെ പോലെ തലകുത്തി മറിയൂ. സ്നേഹത്തോടെ സ്നേഹത്തോടെ. എന്റെ ലോക്കറ്റ്. ഈഷ്, നിന്നെ ഞങ്ങൾ ഒരു വശത്ത് ഷാർക്ക്, മറുവശത്ത് കടൽ കുതിര, വേറൊരു വശത്ത് ഓക്ടോപ്പസ്. നമ്മൾ ഏത് വശത്താണ് പോവുക? ഇതുപോലെ അറിഞ്ഞൂടെ? നാലാമത്തെ വശം ഫ്രീ ആണല്ലോ. ആ വശത്തൂടെ നമുക്ക് പോവാം. നീ ഒന്നും ഉണ്ടാതിരിക്കുന്നുണ്ടോ? മുകളിലേക്ക് പോകാൻ നോക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കറികൾ ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. വേഗം തുണി കൊണ്ട് മുഖം കെട്ട്. എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ പോപ്പട്ടിന്റെ മുഖമാണ് തുണി വെച്ച് കെട്ടേണ്ടത്. നല്ല ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ വാ വെറുതെ ഇരിക്കില്ല. ബണ്ണി എന്ത് പറയുന്നുവോ അത് കേക്ക്. എത്ര നല്ല മണമാണ് വരുന്നത്. വേഗം ആഹാരം പാകം ചെയ്യൂ, എനിക്ക് നന്നായി വിശക്കുന്നു. നിനക്ക് നല്ല മണം വരുന്നുണ്ടല്ലേ? കഴിച്ചു കഴിയുമ്പോ നിനക്ക് മനസ്സിലാകും. കണ്ടോ, ഈ മുളക് പൊടി അവളൊരു പാഠം പഠിപ്പിക്കും.
നല്ല എരിവുള്ള ടേസ്റ്റി ഫുഡ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാണ്. കാണാൻ തന്നെ വളരെ നന്നായിട്ടുണ്ട്. കഴിച്ചോളൂ. ആ, ആ, എന്റെ ഭായ്, പിക്നിക് വരുന്നത് എന്തായാലും നല്ലൊരു സംഭവം തന്നെയാ. എല്ലാ മാസവും ഇതുപോലെ തന്നെ പിക്നിക്കിന് വരണം. സംശയമുണ്ടോ? ഒരു സംശയമില്ല. എന്ത് പറ്റി? എന്താണ് പ്രോബ്ലം? എനിക്ക് സിറ്റി വരെ ഒന്ന് പോകണം. ഒരു ലിഫ്റ്റ് തരാമോ? സ്നേഹത്തോടെ സ്നേഹത്തോടെ. സ്നേഹത്തോടെ എന്തിനാ? ഞങ്ങൾ അല്ലെങ്കിലും ലിഫ്റ്റ് തരുന്നതായിരിക്കും, അല്ലേ കൊച്ചാളിയ? ഒരു മിനിറ്റ്, നിങ്ങൾ ഈ കാട്ടിലെ ഹൈവേയിൽ എന്ത് ചെയ്യാണ്? ഇതെടുക്കാൻ വേണ്ടി വന്നതാണ്. എന്റെ ലോക്കറ്റിന്റെ മായാജാലം. ഇത് വെച്ച് എല്ലാവരും ഞാൻ എന്റെ അടിമയാക്കി മാറ്റും. നിങ്ങളുടേതായിട്ട് ഒന്നും തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുകയില്ല. എല്ലാവരെയും ഞാൻ എന്റെ വശത്താക്കിയിരിക്കും. സ്നേഹത്തോടെ സ്നേഹത്തോടെ. എല്ലാം കൊള്ളടിക്കൂ. ഈഷ്, രാവിലെ ചൂടുള്ള ചായ കിട്ടിക്കഴിഞ്ഞാ പിന്നെ എല്ലാം സുഖമായിരിക്കും. നിൽക്ക്, ഇത്ര വേഗത്തിൽ കൊള്ളാം കൊള്ളാം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ആകാശത്തിൽ പറക്കാൻ പറ്റുമെന്ന്. Too much fun, too much fun. നല്ല രസമുണ്ടല്ലേ പോപ്പട്ട്? അതെ, സംശയമുണ്ടോ? വാ, വേഗം നമുക്ക് കരയിലേക്ക് പോകാം. ഓക്കേ. പോപ്പട്ടെ, ഹാൻഡിൽ ജാം ആയിരിക്കാണ്. എന്ത്? ഇത് തിരിക്കാൻ കഴിയുന്നില്ല. എടാ, സൂക്ഷിച്ച് സൂക്ഷിച്ച്. മാറിക്കോ മാറിക്കോ മാറിക്കോ. ആകാശം താഴെ പൊട്ടി വീടൂ. ആകാശം താഴെ പൊട്ടി വീടൂ. എടാ, കഴുതേ, വേറെ ഷൂട്ടാണ്. വേഗം തന്നെ കരയിലേക്ക് നോക്കി തിരിക്ക്. എടാ, ഹാൻഡിൽ ജാം ആയിരിക്കാണ്. നീ സൂക്ഷിച്ചേ. ഹലോ. ഹായ്. ഞങ്ങൾക്ക് കരയ്ക്ക് പോകണം. ഞങ്ങൾ അവിടെ എത്തിക്കാമോ പ്ലീസ്? പറ്റില്ല. ഈ പാറ എങ്ങനെയാണ് വെള്ളത്തിന്റെ പുറത്ത് പൊങ്ങി കിടക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു പാറയൊന്നുമല്ല. പിന്നെ എന്താണ്? എടാ, നമ്മൾ എവിടെ എത്തിയിരിക്കുന്നത്? എടാ, നമ്മൾ സ്വർഗത്തിലെത്തിയിരിക്കുകയാണ്. സംശയമുണ്ടോ? അതെ, എന്നാൽ നമ്മൾ വഴി തെറ്റി എത്തിയത് മത്സ്യങ്ങളുടെ സ്വർഗത്തിലേക്കാണ്.
കറി വെക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഞാനൊരു 100 ഗ്രാം പോലും ഉണ്ടാവില്ല. സംശയമുണ്ടോ? നീ എന്താണ് പറഞ്ഞു വരുന്നത്? നിന്നെ വിട്ടിട്ട് ഞങ്ങളെയൊക്കെ കറി വെക്കാൻ പറയാണോ? ഈ പോപ്പട്ട് ചതീനാണ്. ഇവൻ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. ഞാൻ ഇവിടെ ബാർബിക്യൂ ആക്കും. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത്. നിങ്ങളെയല്ല കറി വെക്കാൻ പോകുന്നത്. നിങ്ങൾ കറി വെക്കണം എന്നാണ് പറഞ്ഞത്. കുറെ നാളായിട്ട് സീ ഫുഡ് കഴിച്ച് വല്ലാതെ ബോറടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ രുചിയുള്ള നല്ല നല്ല കറികൾ ഉണ്ടാക്കി തരണം. ഓക്കേ? വെള്ളത്തിന് വല്ലാത്ത തണുപ്പ്. ഞാൻ വേണമെങ്കിൽ ഇതിൽ നിന്ന് ജ്യൂസ് ഉണ്ടാക്കി തരാം. മാഡം, ഞങ്ങൾ ആഹാരമുണ്ടാക്കി തന്നാൽ നിങ്ങൾ ഞങ്ങളെ ഇവിടെ നിന്ന് വിടുമോ? അതെ, ഒരു 4-5 വർഷം കഴിഞ്ഞ് എപ്പോ നിങ്ങളുടെ കറികൾ ബോറടിക്കുന്നുവോ അപ്പൊ നിങ്ങളെ പറഞ്ഞു വിടും. എന്താ സന്തോഷായോ? 4 വർഷം കഴിഞ്ഞോ? വേഗം പോയി നല്ല രുചിയുള്ള കറികൾ ഉണ്ടാക്കണം. മനസ്സിലായല്ലോ? ശബ്ദം ഉണ്ടാക്കാതെ വാ. ഇവിടെ ആരും ഇല്ല തോന്നുന്നു. ബണി, നീ ഞങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഇവിടെ ഞാന് വാക്യൂം ഡോർ കണ്ടു. നമുക്ക് അതിലൂടെ പുറത്തേക്ക് പോകാം.